ഉണങ്ങിയ റൊട്ടി കഷ്ണം എടുത്തു. ആ റൊട്ടി കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് ചവച്ചിട്ട് നേരെ കൊടുത്തു. അത് കഴിച്ചപ്പോഴത്തിന് ആ വയറ്റിലെത്തിയപ്പോഴത്തിന് ബഹുമാനപ്പെട്ടവർക്ക് സുഹൃദ് അനുഭവപ്പെട്ടു എന്നാണ്. അതോടുകൂടെ സാഹിദായി. പിന്നെ ദുനിയാവ് വേണ്ട. പിറ്റേന്ന് രാവിലെ വഖഫായി എഴുതി വെച്ചു ഈ തോട്ടം നാട്ടിലെ ഫുഖറാ മസാക്കീൻ എന്നിട്ട് നാട് വിട്ടു. ഖുറാസാനിൽ വെച്ച് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. പിന്നെ ബുഖാറയിലേക്ക് റഷ്യയിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു ഉറക്കെ പറയണം, ഭയങ്കര ആളാണ്. അല്ലാഹു ആ വലിയ മനുഷ്യന്റെ കൂട്ടത്തിൽ ഫിർദൗസിൽ കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ അങ്ങനെ നേരെ ആ തോട്ടം മുഴുവനും രണ്ട് അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. തോട്ടം വിറ്റിട്ട് ഫുഖറാക്കൾക്ക് ദാനം ചെയ്തു. ഒരഭിപ്രായം ആ തോട്ടം തന്നെ വഖഫാക്കി പാവപ്പെട്ടവർ ഉപയോഗിക്കാൻ വേണ്ടി വഖഫാക്കിയിട്ട് നാട് വിട്ടു. കുടുംബം അടുത്ത കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ അത്ഭുതപ്പെട്ടു പോയി. എന്തേ പറ്റിപ്പോയത് ഹസന്, എന്ത് സംഭവിച്ചു പോയി? ഇത്ര വാപ്പാക്ക് ആകെ അനന്തര സമ്പത്ത് അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടി ഇങ്ങനെ ഉപേക്ഷിച്ചാൽ എങ്ങനെ ഹസൻ ഇനി ജീവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഹസന്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് നേരെ എന്ത് ചെയ്തു? ഖുറാസാനിൽ വെച്ച് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. എന്നിട്ട് നേരെ അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ദർസ് നടക്കുന്ന പ്രദേശം റഷ്യയിലെ ബുഖാറയിലാണ്. നേരെ ബുഖാറയിലേക്ക് പോയി. ഇനി യാത്രയാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഭവം യാത്രയാണ്. ഒരായുസ് യാത്ര ചെയ്തങ്ങോട്ട് തീർത്തിരിക്കുക. അതൊരു യാത്രയാണ്. ഈ മനുഷ്യന്റെ അത്ഭുതം യാത്രയാണ്. ആയുസ് അങ്ങോട്ട് യാത്ര ചെയ്യാം. എത്രയാന്ന് പറഞ്ഞാല് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ ദർസിൽ പോയി ചേരുന്നുണ്ട്. ദർസിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് ശിഷ്യനെയും കൂട്ടി നടന്നു 42 കൊല്ലം. അതാ പഠിപ്പ്. നമ്മൾ മുദരിസായിട്ട് പിന്നെ പതുപ്പും കൂടെ വാങ്ങും. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ മുദരിസായി ദർസ് നടത്തി 40 കൊല്ലം ദർസ് നടത്തിന്റെ ഷാളും കൂടി വാങ്ങുന്ന സമയമാണ് എന്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്. അതാണ് അവരും നമ്മൾ തമ്മിൽ വ്യത്യാസം. യാത്ര തന്നെയാണ് യാത്ര. ആദ്യം എന്താ അവിടെ ഞാൻ പറയാം, ആ ഭാഗത്തേക്ക് വരാം. പാണ്ടക്കെട്ട് തലയിലേറ്റി നടത്തുക 42 കൊല്ലം. അതിൽ 20 കൊല്ലം ഒറ്റക്കും 22 കൊല്ലം കൂടെയും. അങ്ങനെയാണ് ബാണ്ടൊക്കെ തേറ്റിട്ട് അങ്ങോട്ട് നടത്തി. ഈ മനുഷ്യൻ പിന്നെ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചത്. ആര്? ഇന്ത്യയിൽ വന്നിട്ട് രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിനെ, ഒരു ഹിന്ദു സ്ത്രീയെ കൊണ്ടുവന്നു. രാജാവിന്റെ മകൾ അവരുടെ കൽക്കൽ വീണ് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അടിമയായി സ്വീകരിക്കണം എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ ദർവേഷാണ്, ഞാൻ ഫക്കീറാണ്. ദർവേഷുകൾ ആയ ആളുകൾക്ക് പെണ്ണുങ്ങളിൽ ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് അടിമകളെ വേണ്ട. ദർവേഷായ ആളുകൾക്ക്, ഞങ്ങൾക്ക് ഹുദാ മസ്ത് പിടിച്ചവരാണ്, ഞങ്ങൾ പടച്ചവനെ മസ്ത് പിടിച്ചവരാണ്, ഞങ്ങൾക്ക് അങ്ങനെ പെണ്ണിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അടിമയെ വേണ്ട. എന്നാൽ ഞാൻ പോവില്ലാണ്. പെണ്ണ് അവിടെ അങ്ങോട്ട് കൽക്കൽ അങ്ങോട്ട് കൂടി. അവസാനം പെണ്ണ് മുസ്ലിമത്തായി. ആ പെണ്ണിനെ ഖാജ കല്യാണം കഴിച്ചു. രാജകുമാരിയെ കല്യാണം കഴിക്കാം. ഈ മനുഷ്യൻ ആരായിരുന്നെങ്കിൽ നടക്കന്നെ, തലയിൽ ബാണ്ടക്കെറ്റേറ്റി നടക്കുകയാണ്. അങ്ങനെ അത് വലിയൊരു കാലഘട്ടമാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പറയാം. യാത്ര ആരംഭിക്കാണ്. യാത്ര തന്നെ സാഫിറു. ഒരിടക്കൊരു ഹദീസ് പറഞ്ഞാൽ സാഫിറു, യാത്ര ചെയ്യുവീൻ. വിജ്ഞാനത്തിന്റെ 3/2 ഭാഗവും യാത്രയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്യങ്ങൾ പാപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യാത്രയായിരുന്നു എന്ന് അവിടുത്തെ ആത്മകഥയിൽ എല്ലായിടത്തും ഏറ്റവും ഇഷ്ടം. കേരളത്തിൽ ഏറ്റവും ഒരുപക്ഷെ യാത്ര ചെയ്ത ആളും ആ മനുഷ്യൻ തന്നെയായിരുന്നു. യാത്രയാണ്. സാഫിറു സാഫിറു, യാത്ര ചെയ്യുവീൻ, യാത്ര ചെയ്യുവീൻ. വിജ്ഞാനത്തിന്റെ 3/2 ഭാഗവും യാത്രയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര എന്ന് പറഞ്ഞാൽ ഏതോ കഫീൻ്റെ അവിടെ പോവാ, അങ്ങോട്ട് വരിക, അവിടെ പെട്ടി നടക്കുക, ഇവിടെ പെട്ടി ഒഴിവാക്കുക, പിന്നെ പോവാ, പെട്ടി നടക്കുക. ഇതല്ല യാത്ര. അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നുമില്ല. യാത്ര തന്നെ അങ്ങോട്ട് പോവന്നെ, ആ ഒരു പോക്ക് അങ്ങോട്ട് പോവുക, അതന്നെ അങ്ങനെ പോവുക. അങ്ങനത്തെ ദൗത്യത്തിന്റെ കാലം നമുക്ക് കഴിഞ്ഞു. കാരണം ഇന്ന് വിസ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്ന് അതൊന്നുമില്ല, പോവന്നെ. ജീവിതത്തിന്റെ യാത്രയുടെ തപസ് ആരംഭിക്കുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ടവർ ഖുറാസാനിൽ ബുഖാറയിലേക്ക് പോയി. ബുഖാറയിൽ ബഹുമാനപ്പെട്ട ഹിസാമുദ്ദീൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസിൽ ചേർന്നു റളിയല്ലാഹു അൻഹു. അവിടെ വെച്ച് ഒരുപാട് ഇൽമു തഫ്സീർ പഠിച്ചു. ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഫിഖ് എന്നത് മുഴുവനും അവിടെ വെച്ച് കരസ്ഥമായി. വലിയ ഫഖീഹും വലിയ മുഫസ്സിറും വലിയ മുഹദ്ദിസുമായി ബഹുമാനപ്പെട്ട ഹിസാമുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ റഷ്യയിൽ വെച്ച് പഠിച്ചു ബഹുമാനപ്പെട്ടവർ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം,
ഈ കാലം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ കാലം എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഈ ബഗ്ദാദിൽ കത്തി നിൽക്കുന്ന കാലഘട്ടമാണ്. കൂട്ടത്തിൽ പറയട്ടെ, ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചിസ്തി ബഹുമാനപ്പെട്ട ഖാജയുടെ അമ്മാവനാണ്. മനസ്സിലായില്ല? അതായത് ബഹുമാനപ്പെട്ട സയ്യിദ മാഹിനൂറിന്റെ ആങ്ങളയാണ്, വകയിലുള്ള ആങ്ങളയാണ് ആര്? അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അമ്മാവന. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിന്റെ പേരമകൻ, അതായത് പെങ്ങളെ മകൻ എന്ന് പറയാം. ആര്? നമ്മൾ ചരിത്രത്തിൽ വ്യക്തമായി പഠിക്കേണ്ടതാണ്. ഇതൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അതായത് ബഗ്ദാദിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു കത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് യാത്ര തുടങ്ങുന്നത്. ഇതിലൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് പറയാം. പിന്നെ അവിടെ നിന്ന് റഷ്യന് പുറപ്പെടുമ്പോൾ ഒരാളെയാണ് ഉദ്ദേശം. ഹാറൂൺ പട്ടണത്തിൽ ഉസ്മാനുൽ ഹാറൂനി എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാനെ കാണുക, ആ മഹാന്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്ന. അക്കാലഘട്ടത്തിൽ ചിസ്തി ത്വരീഖത്തിന്റെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. അങ്ങനെ നേരെ പിന്നെ ഹാറൂൺ പട്ടണത്തെ അവലംബിച്ച് നേരെ റഷ്യന് യാത്ര തിരിക്കുക. അതിനിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം നേരെ റഷ്യ വിട്ടിട്ട് നേരെ ഹാറൂൺ പട്ടണത്തെ അവലംബിക്കാൻ വേണ്ടി നേരെ ഇറാഖിലേക്ക് പുറപ്പെട്ടു. ഇറാഖിലാണ് ആ പ്രദേശം. നേരെ ഇറാഖിലേക്ക് വരികയാണ്. ഹിജ്റ 550. ബഹുമാനപ്പെട്ടവർക്ക് 20 വയസ്സാണ്. അന്നാണ് ബഹുമാനപ്പെട്ടവര് ബഗ്ദാദിലെത്തുന്നത്. അന്ന് 20ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവര് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഒഴുക്കൻ പോക്ക് ഇങ്ങനെ പോവായിരിക്കും. താരിഖാവുമ്പോൾ അതിന്റെ ഒരു രീതി അതിനുണ്ടാവുള്ളൂ. ഹിജ്റ 550 530 ജനിച്ചു. 550 ബഗ്ദാദിൽ കണ്ടുമുട്ടി ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. കണ്ടുമുട്ടിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് സ്വീകരിക്കുകയും വെളിച്ചത്തിന്റെ വെളിച്ചമായ ഒരാൾ വരുന്നുണ്ട്, ഈ കുട്ടി ലക്ഷക്കണക്കായ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണമാവുമെന്ന് കണ്ട മാത്രയിൽ ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. അതായത് അമ്മാവന്റെ മകനൊക്കെ ആണെങ്കിൽ പോലും അമ്മാവനാണ്, മോനല്ല, അമ്മാവൻ തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ട് പ്രദേശത്തിലാണ്. ബഹുമാനപ്പെട്ടവർ കൈലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയി കൂടിയതാണ്. ഇവരാകട്ടെ സെഞ്ചറിൽ നേരെ ഖുറാസാനിൽ വന്ന് ഇങ്ങോട്ട് മാറി താമസിച്ചത്. അതായത് അകലമുള്ളത് കൊണ്ട് ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് അമ്മാവനെ. വകയിലുള്ള അമ്മാവനാണ്. ഭയങ്കര ഷെയ്ഖാണ്. ആ കാലഘട്ടത്തിന്റെ ഷെയ്ഖായിരുന്നു. ഏത് കാലഘട്ടത്തിന്റെയും ഷെയ്ഖായിരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ അവരുടെ സദസ്സിലൊക്കെ 70,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഭവം സ്വഹീഹാണെന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അൻ-നദവി അദ്ദേഹത്തിന്റെ റിജാൽ ഫിക്രി വദ്ദഅവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വരാവുന്നതാണ്. എന്റെ കയ്യിൽ ആ കിതാബുണ്ട്, ആ പുസ്തകമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ റിജാൽ ഫിക്രി വദ്ദഅവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000-ഓളം ആളുകളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സദസ്സിലുണ്ടായിരുന്നു. ആ സദസ്സിന് വഅള് പറഞ്ഞിരുന്നു. ആംപ്ലിഫയറൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പാണ് ഈ സംഭവം എന്നും ഏകദേശം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഏകദേശം 1000-ഓളത്തിനടുത്ത ഒരു കൊല്ലം മുമ്പാണ് ഈ സംഭവം. ബഹുമാനപ്പെട്ട ബഗ്ദാദിൽ വഅള് പറയാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരത്തും വഅള് പറയും. 70,000 ആളുകളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സദസ്സിൽ പങ്കെടുത്തിരുന്നു. അതാണ് കത്തി നിൽക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞത്. അങ്ങനെ ബഗ്ദാദിൽ 40 കൊല്ലം വഅള് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. ആ വഅളിൽ പങ്കെടുത്ത അനവധി ആളുകൾ പിന്നെ ഔലിയാക്കളായി. അങ്ങനെ ബഹുമാനപ്പെട്ട സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. സദസ്സിൽ ഇങ്ങനെ 70,000 ആളുകൾ ഇരിക്കുന്ന സദസ്സാണ്. ആയിരിക്കും സദസ്സ് വ്യാഴാഴ്ച. അതിനുവേണ്ടി ഷാമിൽ നിന്നും യമനിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ബഗ്ദാദിൽ താമസിക്കും. ഏറ്റവും കൂലിയില്ലാതെ തൊഴിലിന് ആളെ കിട്ടിയിരുന്ന നാട് അക്കാലത്ത് ബഗ്ദാദായിരുന്നു. എന്തിന്? ഭക്ഷണത്തിന് വേണ്ടി മാത്രം പണി ചെയ്തു കൊടുക്കും. എന്തിന്? ജനങ്ങൾക്ക് അവിടെ നിന്ന് താമസിക്കണം. കാരണം ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ബഹുമാനപ്പെട്ടവരുടെ വിശാലമായ വഅള് നടക്കും. ആ വഅളിൽ പങ്കെടുക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാന്മാരെയൊക്കെ സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കണ്ട മാത്രയിൽ തന്നെ ബഹുമാനപ്പെട്ടവര് മുഹീദ്ദീൻ ശൈഖ്